ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് അത് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു എന്നുള്ളതാണ്. കൈക്കുഞ്ഞുൾപ്പെടെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 7 മാസം പ്രായമുള്ള കുട്ടിയാണ് മാതാവിന്റെ മടിയിലുണ്ടായിരുന്നത്. ഓമശ്ശേരിയിൽ നിന്ന് വൈത്തിരിയിലേക്ക് പോവുകയായിരുന്ന സംഘത്തിന് അവർ സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത് എന്നാണ് സമീർ സി മുഹമ്മദ് ഇപ്പോൾ അറിയിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആർക്കും പരിക്കില്ല. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാറ്റുണ്ട്, ശക്തമായ മഴയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ ഈ സംഭവം ഉണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ ഓടുന്ന ഈ കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞ് വീണുകയായിരുന്നു. അതിൻ്റെ മുൻവശത്തെ ഗ്ലാസിന് മുകളിലേക്കാണ് അത് വീണത്. പക്ഷേ യാത്രക്കാർക്ക് പരിക്കില്ല. ഓമശ്ശേരിയിൽ നിന്ന് വൈത്തിരിയിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഈ വാഹനത്തിന് മുകളിലേക്ക് ഒരു മരക്കമ്പ് പൊട്ടി വീഴുകയായിരുന്നു. അമ്പലക്കണ്ടി സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ലത്തീഫും കുടുംബവുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ച കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് പൊട്ടി വീണത്. അതിനകത്ത് അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ ഭാര്യ, അതുപോലെ 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും മറ്റൊരു കുഞ്ഞും, ഇങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മുൻഭാഗത്താണ് ഈ ചെറിയ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ ദേഹത്തിന് തൊട്ടരികിലേക്കായാണ് ഈ മരക്കൊമ്പ് പൊട്ടി വീഴുകയും തുടർന്ന് അത് ആ ഗ്ലാസ് തുളച്ചുകൊണ്ട് ഉള്ളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയൊരു അപകടമാണ്. എന്നാൽ വലിയ രീതിയിലുള്ള അത്യാഹിതമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. 7 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓമശ്ശേരിയിൽ നിന്ന് ഇവർ വൈത്തിരിയിലേക്ക് പോവുകയായിരുന്നു. ആ വേളയിലാണ് ചെറിയ ഒരു കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിനെ തുടർന്നാണ് ഒരു വലിയ മരക്കൊമ്പ് തന്നെ ഇത്തരത്തിൽ പൊട്ടി വീണിരിക്കുന്നത്. അതായത് ഇതിന്റെ ഗ്ലാസ്സിലേക്ക് പൊട്ടി വീഴുകയും പിന്നീട് അത് തുളച്ചു കയറിക്കൊണ്ട് ഉള്ളിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടായി. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. അല്പസമയം മുമ്പാണ് ഈ 7ാം വളവിൽ, താമരശ്ശേരി ചുരത്തിലെ 7ാം വളവിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ഉന്മേഷ്, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.